ദാവീദിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഫോൾസ് അക്യൂസേഷൻ നടത്തിയപ്പോൾ ദാവീദിന് വളരെ പ്രയാസമുണ്ടായി. ഹാലേലുയ. മനുഷ്യർക്ക് അന്നും അതെ ഇന്നും അതെ. ഹാലേലുയ. മറ്റുള്ളവരെ കുറിച്ച് ഒരല്പം നല്ല രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ഹാലേലുയ അവനെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു നടക്കുക. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അത് ഹാലേലുയ. ഹാലേലുയ. ഒരു മനുഷ്യൻ സഭയിൽ ഒരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ അവനെക്കുറിച്ച് ഒരു 100 അപവാദങ്ങൾ പറയുവാനിടയായി തീരും. ഹാലേലുയ. ഒരു മനുഷ്യൻ സഭയിൽ വന്ന് ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളൊന്നുമില്ല. ഹാലേലുയ. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അത് ഹാലേലുയ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ ഒരു നമ്പി നാരായണൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിനെ, ഐസാറോ സയൻറ്റിസ്റ്റിനെ ആവശ്യമില്ലാതെ ക്രൂശിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം ഒരു ചാരനാണെന്നൊക്കെ പറഞ്ഞ് ക്രൂശിച്ചു. പത്രക്കാരും എല്ലാവരും ചേർന്ന് ക്രൂശിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ വളരെയേറെ ക്രൂശിക്കുവാനിടയായി തീർന്നു. ഹാലേലുയ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ വെളിയിലിറങ്ങി കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോലും സാധ്യമല്ല. അവരെ കൂവി വിളിച്ച് ഓടിച്ചു കളഞ്ഞു. അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടത്തില്ല കടയിൽ നിന്ന്. ഹാലേലുയ. അപ്രകാരം പ്രയാസം അനുഭവിച്ചു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു ഇദ്ദേഹം നിരപരാധിയാണെന്ന്. എന്ത് കാര്യമുണ്ട് അതുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിക്കുവാനിടയായി തീർന്നു. ഹാലേലുയ. അത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ പല ദേവദാസന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഹാലേലുയ. എന്നാൽ അവരിതുപോലെയൊന്നും ദുഃഖിക്കുവാനിടയായി തീർന്നില്ല. കാരണം ഹാലേലുയ അവർക്കൊരു ദൈവമുണ്ട്. ഹാലേലുയ. ഹാലേലുയ. നമ്പി നാരായണനെ പോലെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവർ അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവര്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ ഒരു കൃപ ഉണ്ടാകണം. അതിനാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഹാലേലൂയ. ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് ഇതുപോലുള്ള അക്യൂസേഷൻ, ഫോൾസ്